ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബെൻസു. ഇന്ന് നമുക്ക് കാസർഗോഡുകാരുടെ മാത്രം ഓട്ടുപോള എങ്ങനെ ഉണ്ടാക്കുന്നേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അരി 1.5 കപ്പ് അരി കുതിർത്തെടുത്തിട്ടുണ്ട്. അരി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ 1.5 കപ്പ് അരിക്ക് നമുക്ക് 1.5 കപ്പ് തന്നെ ചോറും ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഒരു തവി, അതായത് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു ഡയറക്റ്റാണേ. അപ്പോൾ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ജാറ് കഴുകിയ വെള്ളം തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് ദോശയുടെ പരുവാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലിരിക്കുക. ഇച്ചിരി കൂടെ വെള്ളം വേണം. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററാണ് വേണ്ടത്. ദോശപ്പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ച് അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. വെച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം പോലെ, അപ്പോൾ നമുക്ക് പുളിച്ചിട്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം. ഇത് നമുക്ക് ഇതിനകത്ത് വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിത് പുളിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ സൂപ്പറാണ്. രാവിലെ നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് ഇത് നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓട്ടുപോളയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. നമ്മുടെ അപ്പത്തിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. കണ്ടോ, എൻ്റെ ആരൊക്കെ എടുത്തിരിക്കുക. അപ്പത്തിനേക്കാൾ വളരെ സോഫ്റ്റാണ്. അപ്പത്തിനേക്കാൾ ടേസ്റ്റിൽ നമുക്കിത് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് വേണ്ടി മുട്ടക്കറിയുടെ കൂട്ടി അടിപൊളിയായിട്ട് നമുക്കിത് പുളിച്ച അപ്പമൊന്നുമല്ല, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.